ആ ഇത് ഞാനാണ് മെക്കാനിക് ലിവർ വർക്കി എന്നല്ല പറഞ്ഞത്, ലിവർ വർക്കി മെക്കാനിക്കാണ്. എന്ത് എപ്പോ? ഞാനിപ്പോൾ സ്ഥലത്തില്ല. ഏതായാലും ഞാൻ ഒന്ന് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ നോക്കാം. ആ ഓക്കെ. സ്ഥലത്തില്ല. ശരി. എന്താ പ്രശ്നം? എന്താ മുട്ടം പണി കിട്ടാൻ പോവാണ്. പണി കിട്ടിയെന്ന് വൈകിട്ടുള്ള തീർക്കാം. എന്തോന്ന് പണി നമുക്ക് പണി കിട്ടിയില്ലേ? എടാ അതല്ല, അന്ന് 8ന്റെ പണി കിട്ടാൻ പോവാന്ന്. 8ന്റെ പണിയാ? ഇന്നലെ ഒരു കല്യാണ പാർട്ടിയുടെ കാർ ശരിയാക്കിയായിരുന്നു. ഇന്ന് അവർ കല്യാണത്തിന് പോയ പോക്കിന് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല. ഒരു മതിലെ ചെന്ന് കയറിയിട്ട് കല്യാണവും തുടങ്ങി. അവർ നമ്മളെ ഇന്ന് തല്ലി കൊല്ലും. എന്ത് അവരാരാ ചിരിക്കുന്നത്? ഹലോ വിപിൻ. വളരെ സന്തോഷമുണ്ട് കേട്ടോ, വലിയ നടനായി. എനിക്ക് നിങ്ങളെപ്പോലെ സിനിമാ നടനായിരുന്നല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു. ശരി. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ എൻ്റെ അച്ഛൻ എന്നെ സമ്മതിച്ചില്ല. 8ാം ക്ലാസ്സിൽ വെച്ച് എന്നെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടിരുത്തി. മോശമല്ലേ? അത് മോശമാണ്. 8ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് നേരെ കൊണ്ട് വർക്ക്ഷോപ്പിൽ ഇരുത്തുന്നത്. കുറച്ചുകൂടി വിദ്യാഭ്യാസം കൊടുത്തിരുന്നത് നിങ്ങളൊന്ന് കറക്റ്റ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ 8ാം ക്ലാസ്സിലൊക്കെ 5-8 കൊല്ലം തോറ്റു പഠിച്ചാൽ ഏത് അച്ഛനും വർക്ക്ഷോപ്പ് പണിക്ക് വിടും. അതെ വിപിനെ, പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ അന്തോണി തൊട്ട് അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, പിന്നെ ഒരു ബോംബ് കഥ, പിന്നെ ഒരു യമണ്ടൻ പ്രളയകഥ. പ്രണയകഥ. ഇപ്പൊ ഈ 2 പടത്തിലും കഥയുണ്ടല്ലോ അവസാനം. അതെന്താന്ന് വെച്ചാൽ പടത്തിലധികം കഥയില്ലാത്തോണ്ട് ടൈറ്റിലും കിടക്കട്ടെ. എന്തൊരു എളിമ. ഒരു പുതിയ കഥ ഞാൻ അങ്ങോട്ട് തരാം. ഒരു മെക്കാനിക്കിന്റെ ജീവിത കഥ, അതാണ് പടത്തിന്റെ പേര്. തിരക്കഥ വിപിൻ തന്നെ എഴുതണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, നമുക്ക് നോക്കാം. എന്ത് പറയാം? അല്ല ചേട്ടനൊരു കഥ പറഞ്ഞ ചേട്ടന്റെ കഥ പറയാം. അതല്ലേ തിരക്കഥ. അതായത് എന്റെ ജീവിത കഥ തിരക്കി അറിഞ്ഞിട്ട് അതിന്റെ തിരക്കഥ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ സബ്ജക്ട് വെറൈറ്റിയാണ്, ഫുൾ കോമഡിയാണ്. എന്താണ് കോമഡി? ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഇവൻ ഈ കഥ കേട്ടു, അപ്പൊ തുടങ്ങിയ ശരിയാണ്. കൊല്ലിക്കാൻ പറയാൻ വേണ്ടത് ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോ. ഭയങ്കര ഹ്യൂമർ അല്ലേ? അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഒരു കാറ് ചീറിപ്പാഞ്ഞൊരു മുതലാളിയാണ്. എന്തോ നല്ല സാധനം വരാൻ പറഞ്ഞില്ല അതിനു മുമ്പ് ഇങ്ങനെ ചുമ്മാ കാറിൽ ഒരു മുതലാളി ഇങ്ങനെ ചീറിപ്പാഞ്ഞു. എന്തൊരു കഷ്ടമാണ്, പറയാൻ സമ്മതിക്കത്തില്ലടാ. പ്ലീസ് നീ ഒരു കാര്യം ചെയ്യ് ഒത്തിപ്പിടിച്ച്. അങ്ങനെ ഒരു മുതലാളി ഒരു കാറിൽ ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് അവിടെ നിൽക്കുന്നു. ഈ മുതലാളി ഡോർ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് അവിടെ കൂടിയത് ഞങ്ങളെല്ലാരും പൊരിയില്ല ചിരി. ഒരു 2-3-4 മിനിറ്റ് ചിരി അങ്ങ്. ഞാനൊരു ഡയലോഗ് അതും ചിരിക്കും. അതായിരുന്നു മുട്ടം കോമഡി. എന്താണ് മുതലാളി പറയുന്ന ആ ഡയലോഗും ഞാൻ തിരിച്ചു കൊടുക്കുന്ന കോമഡി എഴുതുന്നു. എന്നാണ് ഞാൻ പറയും. ഞങ്ങൾ പറഞ്ഞപ്പോ തിരിച്ച് തലവത്തി പറഞ്ഞില്ലേ, ആ ഡയലോഗും വിപിൻ എഴുതണം. എനിക്ക് വിഷ്ണുവിനൊക്കെ അഭിനയം പരിപാടിയൊക്കെ ആയിട്ട് നടക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എഴുതുന്നില്ല, അതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ കാറാണോ വെളിയിൽ ഒരു ജാഫർ കിടക്കുന്ന അവിടെ? ജാഫർ ഒരു പൂച്ച ഇങ്ങനെ സർവേക്കല്ലിൽ നിന്ന് ചാടാൻ നിൽക്കുന്ന ഒരു വണ്ടി. അത് ജാഗ്വറാ. അതിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ? ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് വീലിന് എന്തോ അലൈൻമെന്റിന് പ്രശ്നമുണ്ട്. ഞാനത് ക്ലിയർ ചെയ്ത് തരാൻ. വേണ്ട, ഇയാൾ തുടരണ്ട. ഇയാൾ ലോ തോൽവിയാ, ഇയാൾ വേണ്ട. ഒരു കാര്യം ചെയ്യും, ബെൻസ് നമുക്കൊന്ന് ഇഞ്ചിൻ ഇളക്കിയിട്ട് നമുക്കൊന്ന് റീഫിറ്റ് ചെയ്ത് എനിക്ക് ഷോറൂമിൽ ഇറങ്ങിയ പെർഫോമൻസ് ആയിരിക്കും അപ്പൊ കിട്ടുന്നത്. വേണ്ട. ഹലോ, ലിവർ ഫ്രൈ അല്ല, ലിവർ വർക്കിയാണ്. എവിടെ? KSRTC ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. അതേ പറ്റുള്ളൂ. അത് വലിയ പുതുമയൊന്നും അല്ലല്ലോ. എന്നാലും ഞങ്ങൾ വരികയാണ്. ഒരു വർക്ക് തോന്നുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ പണി വന്നിട്ടുണ്ട്. ശരി, പോട്ടെ എന്നാ. ആയിക്കോട്ടെ.